എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ശ്ലോകം 8, 9, 10, 11 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പുറപ്പെടുകയാണ്. ഭഗവാൻ പറഞ്ഞ അനുസരിച്ച് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ. എല്ലാവർക്കും വിശക്കണില്ലേ? സമയം കുറേയായി. എല്ലാവരും വന്നിരിക്കും. എന്ത് രസാ ഇവിടെ ഇരുന്ന് ഊണയൊക്കെ. ആഹാ പറഞ്ഞ ആ സ്ഥലത്തിന്റെ വർണ്ണനയും കൂടി ആയപ്പോ കുട്ടികള് ഭഗവാൻ എന്താ പറഞ്ഞു വെച്ചാൽ അതങ്ങോട്ട് കേൾക്കുക. അത്രേ ഉള്ളൂ ആ കുട്ടികൾക്ക്. അങ്ങനെ പശുക്കുട്ടികൾക്കൊക്കെ വെള്ളം കൊടുത്ത് കുറികളൊക്കെ മരക്കൊമ്പത്ത് അഴിച്ചെടുത്ത് സന്തോഷത്തോടെ എല്ലാവരും കൂടി ഓടി വരികയാണ് കണ്ണന്റെ അടുത്തേക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. കൃഷ്ണസ്യ വിശ്വപുരുരാജിമണ്ഡലൈ അഭ്യാനനാ പുല്ലദൃശോ വ്രജാർഭഗാഃ സഹോപവിഷ്ടാ വിപിനേ വിരേജു ഛദായഥാംഭോരുഹകർണികായാഃ. കുമാരന്മാരെല്ലാവരും കൃഷ്ണന്റെ 4 ഭാഗത്തിലും വട്ടത്തിൽ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരുന്നു. എല്ലാവരും പറഞ്ഞു ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് കണ്ണന്റെ അടുത്ത്, ഞാൻ കണ്ണന്റെ അടുത്ത്. അപ്പൊ കണ്ണൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരുടെയും അടുത്താണ് ഞാൻ നടുക്കിരിക്കാം, നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഇരുന്നാ മതി. അപ്പൊ എല്ലാവർക്കും എന്നെ കാണാലോ. അങ്ങനെ അങ്ങോട്ട് ഇരുന്നു എല്ലാവരും. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. എന്നിട്ട് ഉറിയും ഇതൊക്കെ എല്ലാ സാധനങ്ങളും എടുത്തു, പാത്രങ്ങളൊക്കെ തുറന്നു. നല്ല വാസന, നല്ല സ്വാദുള്ള ഭക്ഷണം അമ്മമാരെല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഈ ശ്രീകൃഷ്ണന്റെ മുഖം എല്ലാവരും കണ്ടത്? എല്ലാവർക്കും ഒരുപോലെ കാണാൻ സാധിച്ചു. ഭഗവാന്റെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അവർക്കുള്ള ഒരു സന്തോഷം അവരുടെ മുഖം കണ്ട് നല്ലോണം കൊണ്ട് വികസിച്ചു എന്നാ പറഞ്ഞു. ഇപ്പൊ താമരപ്പൂവിന്റെ നടുവിലുള്ള കേസരത്തെ ചുറ്റിക്കൊണ്ട് 4 ഭാഗത്തും താമരദളങ്ങൾ എന്ന പോലെ ആ ശ്രീകൃഷ്ണന്റെ ചുറ്റും ഇരിക്കുന്ന ബാലകന്മാര് ശോഭിച്ചു. അപ്പൊ വട്ടത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ചുറ്റും ഇരുന്നാലും ഭഗവാന്റെ മുഖം എല്ലാവർക്കും എങ്ങനെയാ കാണുന്നത്? അതെങ്ങനെയാ? അത് മുൻഭാഗത്ത് ഇരിക്കുന്നവർക്ക് മാത്രമല്ലേ മുഖം കാണാൻ കഴിയുള്ളൂ? അത് സംശയിക്കണ്ട എന്ന് പറയാണ്. എല്ലാ ഭാഗത്തും കൈകളും കാലുകളും കണ്ണുകളും മുഖങ്ങളും ഉണ്ടല്ലേ ഭഗവാന്. അതുകൊണ്ട് അത് ഭഗവാൻ വ്രജബാലകന്മാരെ എല്ലാം ഒരേ സമയത്ത് കടാക്ഷിക്കാനുള്ള കരുണയോടെ അവർക്ക് എല്ലാവർക്കും കാണത്തക്ക വിധം 4 ഭാഗത്തും മുഖത്തെ കാട്ടിക്കൊടുക്കുന്നവനായിരുന്നു. അതാണ് അവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ മുഖം നല്ലോണം കാണാൻ പറ്റി. പിന്നിലിരിക്കുന്നവർക്കും മുഖം കാണാൻ പറ്റി. അതെങ്ങനെയത്? അതാണ് ഭഗവാനായത്. കൃഷ്ണൻ എന്നെ നോക്കിയിരിക്കണമെന്ന് എല്ലാവർക്കും അങ്ങോട്ട് തോന്നി എന്നാ പറഞ്ഞ. എന്റെ മുഖത്തേക്ക് എന്നെയാ നോക്കണതെന്ന് ഓരോ കുട്ടിക്കും തോന്നി. നോക്കൂ ഭഗവാന്റെ അത്ഭുത ലീല. കേജിൽ പുഷ്പേർദളേ കേജിൽ പല്ലവൈരങ്കുരൈ ഫലൈ ശിഗ്ഭിസ്ത്വഗ്ഭിർദൃഷദ്ഭിശ്ച ഉഭുജൂ കൃതഭാജനാഃ. ഊണ് കഴിക്കാൻ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വട്ടം കൂടി ഇരുന്നു. ഓരോരുത്തര് ഓരോ സാധനം കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളില് വിളമ്പി ഉണ്ടു. എന്തൊക്കെ പാത്രങ്ങളാ അവർ ഉപയോഗിച്ചതെന്ന് പറയണു. വലിയ വലിയ പുഷ്പങ്ങളുടെ ദളങ്ങള്, ചിലര് അതിലാ ഭക്ഷണം കഴിച്ചത്. ഉറിയിന്ന് എടുത്തിട്ടെ. പിന്നെ ചിലര് വലിയ ഇലകള്, നല്ല മാവിൻ തളിരുകള്, യവാദികളുടെ കുരുന്നുകള്, ചില കായകളുടെ തോടുകള്, അങ്ങനെയൊക്കെ ഉണ്ട്. കാട്ടില് പലതരത്തിലുള്ളതുണ്ടല്ലോ. ചിലര് ഉറിയിലെ പാത്രത്തിൽ തന്നെ കഴിച്ചു. ഭുർജപത്രങ്ങള്, താലങ്ങൾ പോലെ ഇരിക്കുന്ന കല്ലുകള്, അങ്ങനെയുണ്ട് ചിലത്. നല്ല ഭംഗിയുള്ള കല്ലുകള്. ഇങ്ങനെ പലവിധ പാത്രങ്ങളിലാണ് അവര് ഭക്ഷണം കഴിച്ചത്. സർവേ മിഥോ ദർശയന്ത സ്വസ്വഭോജരുചിം പൃഥക് ഹസന്തോ ഹാസയന്തശ്ച അഭ്യവചക്രു സഹേശ്വരാഃ. ഉണ്ടായിരുന്നപ്പോ ഓരോരുത്തര് അവരവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അമ്മ ഉണ്ടാക്കി കൊടുത്ത കൂട്ടാനും ഉപ്പേരി അതിന്റെയൊക്കെ സ്വാദ്, എന്തൊരു സ്വാദാ, ഇതിനൊന്ന് കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കണ കുട്ടിക്ക് കൊടുക്കും. അപ്പൊ അവര് പറയും, എന്റെ അമ്മ ഉണ്ടാക്കിയതും അതെ, നല്ല സ്വാദുണ്ട്, ഇതിന് നല്ല സ്വാദുണ്ട് കേട്ടോ. കണ്ണാ ഇത് കഴിച്ചു നോക്കൂ, എന്തൊരു സ്വാദാ. അപ്പൊ കണ്ണൻ പറയും, ആഹാ അസലായിട്ടുണ്ട്.
അപ്പൊ ഒരു കുട്ടി പറയാം, നിന്റെ കൂട്ടാനൊരു സ്വാദില്ല, എന്റെ അമ്മയുടെ കൂട്ടാനാ സ്വാദ്, ഇതിനത്ര സ്വാദൊന്നുമില്ല, ഇതൊന്ന് കഴിച്ചു നോക്ക്. അങ്ങനെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ചുകൊണ്ട് ആ ഭഗവാനോട് കൂടിയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്തായാലും അവരുടെ ഒരു സുഖം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആസ്വദിച്ചിട്ടാണ് കഴിക്കണത്. അപ്പൊ കണ്ണൻ എന്ത് ചെയ്തു, ഒരു സൂത്രം ഇങ്ങനെ ഉരുളയൊക്കെ ഇങ്ങനെ ഉരുട്ടിയിട്ട്, നിങ്ങൾ നോക്കിക്കൊള്ളൂ കേട്ടോ, ഇപ്പൊ ഒരു മാജിക് കാണാം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് അങ്ങോട്ട് ഇട്ടു ഉരുള. ആ എന്നിട്ട് വായ അങ്ങോട്ട് പൊളിച്ചപ്പോ കൃത്യം വായയിൽ വന്ന് അങ്ങോട്ട് വീണു. എനിക്കും പറ്റും എനിക്കും പറ്റും എന്ന് പറഞ്ഞിട്ട് വേറെ മറ്റേ കുട്ടികൾ നോക്കുമ്പോ അവർക്ക് പറ്റണമെന്നില്ല, അവരുടെ മൂക്കത്ത് ഉരുള വേഗം ചെന്ന് മൂക്കത്താ ചെന്ന് വീണ. അപ്പൊ എല്ലാവരും കൂടി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പൊ മറ്റവർ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്നാ നീ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോ അയാൾക്കും പറ്റണില്ല, കണ്ണിലേക്കൊക്കെ പോണു, ചിലരുടെ ചെവിയിലേക്ക്, ഇങ്ങനെ അവർക്ക് ആർക്കും പറ്റണില്ല. മുകളിലേക്ക് എറിഞ്ഞിട്ട് പിടിക്കുമ്പോ അപ്പൊ കണ്ണൻ ചിരിക്ക് തന്നെ. എല്ലാവരും കൂടി പരസ്പരം പറഞ്ഞ് ആസ്വദിച്ചിങ്ങനെ ചിരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണു അവര്. ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപം വർണ്ണിക്കുന്ന മനോഹരമായ ആ ശ്ലോകം ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്. ബിഭ്രത്വേണും ജഠരപടയോ ശൃംഗവേത്രേ ജകക്ഷേ വാമേ പാണൗ മസൃണകബളം തൽഫലാനി അങ്കുലീഷു തിഷ്ഠൻ മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മഭിസ്വേ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുക് ബാലകേളി. ഭക്തന്മാർക്ക് ധ്യാനിക്കാൻ വേണ്ടി ആ വനഭോജന സമയത്തുള്ള ഭഗവാന്റെ ആ സുന്ദര രൂപം, വിശേഷമായിട്ടുള്ള രൂപം അതിമനോഹരമായിട്ട് വർണ്ണിക്കുന്നു ശ്രീ സുഖബ്രഹ്മർഷി. ഭഗവാൻ വനഭോജനത്തിന് ഇരിക്കുമ്പോ ഒരു വസ്ത്രം വയറ്റിൽ കെട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട്, വയറിന്റെ ഭാഗത്ത്. കുട്ടികളുടെ സ്വഭാവം അങ്ങനെയല്ലേ, കുട്ടികളൊക്കെ വയറ്റത്താ കെട്ടുക അധികം, അങ്ങനെയാ. മറ്റൊന്ന് അരയിലും കെട്ടിയിട്ടുണ്ട്, വയറ്റത്ത് ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്, അരയിലും ഒരെണ്ണം കെട്ടിയിട്ടുണ്ട്. ഈ രണ്ട് വസ്ത്രത്തിന്റെ ഇടയിലായിട്ട് ആണ് ഓടക്കുഴൽ ഇങ്ങനെ തിരികെ വെച്ചിട്ടുള്ളത്. ഈ രണ്ട് വസ്ത്രങ്ങളെയാണ് ഉദര വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞത്. ജഠര പടയോഹം വയറ്റില് ധരിച്ചിട്ടുണ്ട്, പിന്നെ അതിന്റെ അടിയിലായിട്ട് അരയിലും. അപ്പൊ അതിന്റെ ഇടയിലേക്ക് അങ്ങോട്ട് തിരികെ വെച്ചിരിക്കുക ഓടക്കുഴല്. കയ്യിന്നൊന്നും വെക്കില്ല കണ്ണൻ ഓടക്കുഴല്. പിന്നെയോ ഇടത്തെ കക്ഷത്തില് കൊമ്പും മാട് മേയ്ക്കാനുള്ള കോലും. ഒരു കോലുണ്ട്, അത് രണ്ടും ആ ഇടത്തെ കക്ഷത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. അപ്പോഴൊന്നും അത് നിലത്ത് വെച്ചിട്ടില്ല. ഓടക്കുഴലിന്റെയും കൊമ്പിന്റെയും ശബ്ദങ്ങൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട് അല്ലെ, മാധുര്യ വ്യത്യാസങ്ങൾ. ഓടക്കുഴലിന്റെ ഇങ്ങനെ മധുരമായ നാദം, മറ്റത് കുറച്ചിങ്ങനെ ഉച്ചത്തിലുള്ള ശബ്ദമല്ലേ കൊമ്പ്. ഇടത്തെ കയ്യില് തൈര് കൂട്ടിക്കൊഴിച്ച മൃദുവായ ഉരുള, എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് തൈര് കൂട്ടിക്കൊഴിച്ചിട്ടുള്ള ഉരുള ഇടത്തെ കയ്യിലാ പിടിച്ചിരിക്കുന്നത്. ആ വിരലുകളുടെയൊക്കെ ഇടയില് ഉപ്പിലിട്ടത് മുതലായ പദാർത്ഥങ്ങളൊക്കെ അങ്ങനെ വിരലുമ്പിൽ ഇങ്ങനെ കോർത്തു വെച്ചിരിക്കുകയാണ്. വിരലിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. ഇവര് പറയും, ആചാര്യന്മാര് പറയും, കയ്പയ്ക്ക കൊണ്ടാട്ടനൊക്കെ ഉണ്ട് അത്ര ഉപ്പേരി, അത് ഓരോ വിരലിന്റെ ഉള്ളിലും മോതിരം പോലെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ണ്. അങ്ങനെ വലത്തെ കൈ ഇങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് എന്നുള്ള മട്ടിലാണ് ഇങ്ങനെ ഇടത്തെ കയ്യിലാ പിടിച്ചിരിക്കുന്നത് ഭക്ഷണം. ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ആ വേഷത്തില് സ്നേഹിതന്മാരുടെ നടുവിലിരുന്ന് അത്യാനന്ദകരങ്ങളായ തന്റെ ആ നർമ്മവചനങ്ങള് തമാശകളെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് 4 ഭാഗത്തിരിക്കുന്ന സുഹൃത്തുക്കളെ ചിരിപ്പിച്ചും കൊണ്ട് അങ്ങനെ ഇരിക്കണത് കാണുമ്പോ ആശ്ചര്യത്തോടെ സ്വർഗവാസികള് നോക്കി നിൽക്കുക. ഇത് എന്തൊരു അത്ഭുതം, പരിപൂർണ ബ്രഹ്മാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഈ കുട്ടികളുടെ ഇടയിൽ അവരുടെ എച്ചിലും തിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കണതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണു. ഈശ്വരനല്ലേ, എന്താ ഇങ്ങനെ എന്നുള്ള ഒരു തോന്നല അവർക്ക്. അത്ഭുതം. ഭഗവാൻ അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാനൊരു കുട്ടിയല്ലേ ഈ കുട്ടികളുടെ കൂട്ടത്തില് എന്നുള്ള മട്ടില് കുട്ടികൾ എന്താ കൊടുക്കണെന്ന് വെച്ചാൽ അത് ഭക്ഷിച്ച് അങ്ങനെ രസിച്ച് ആനന്ദിച്ച് അവരെയും രസിപ്പിച്ചു. ചിരിയും കളിയല്ലാതെ അവിടെ ഒന്നും കേൾക്കാനില്ല. അങ്ങനെ യജ്ഞശാലയില് മന്ത്രോച്ചാരണപൂർവം അഗ്നിയാകുന്ന മുഖത്തിൽ സമർപ്പിക്കുന്ന ഹവിർഭാഗം ഭഗവാൻ സ്വീകരിക്കാൻ വേണ്ടി അത് കർമ്മ ചെയ്യുന്ന ആളുകള്, കർമ്മകർത്താക്കള് എത്രയോ പ്രാർത്ഥിക്കുന്നു ഭഗവാൻ. അവര് നിവേദിക്കുമ്പോ അത് കഴിക്കണേ, ഭക്ഷണം സ്വീകരിക്കണേ, അവരത്ര മന്ത്രപൂർവം ചെയ്യുന്നത്. അത്രയും പ്രാർത്ഥിച്ചിട്ട് അതിന്റെ അത്രയും ഭക്തിപൂർവ്വം അവര് ചെയ്താലേ ഭഗവാൻ അത് സ്വീകരിക്കുള്ളൂ അല്ലെ. അങ്ങനെയുള്ള ഭഗവാൻ
ബാലന്മാര് കൊടുക്കുന്ന ഈ എച്ചില് പോലത്തെ തലേന്നാൾ വെച്ച തൈര്, അങ്ങനെയുള്ള ചോറ്, തൈർ സാദം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് അത്രയും സന്തോഷത്തോടെ എന്തൊരു സ്വാദ് എന്ന് പറഞ്ഞ് സ്വീകരിക്കണം. അപ്പൊ ഈ ആ കർമ്മയോഗത്തിനും ഭക്തിയോഗത്തിനും തമ്മിലുള്ള ഭേദം കാണിക്കാനാണ് ഇതിങ്ങനെ പറയണത്. ഭഗവാൻ ഇതിലൊന്നും ആര് സ്നേഹപൂർവം കൊടുക്കണോ അല്ലെ, അത് കഴിക്കും, സ്വീകരിക്കും ഭഗവാൻ. കർമ്മത്തിന് ദേശം, കാലം, അധികാരം, മന്ത്രം, തന്ത്രം ഇങ്ങനെയൊക്കെയുള്ള ബഹുവിധ സംഗതികളൊക്കെ നോക്കാണ്ട് ഏതെങ്കിലും ഒന്ന് പിഴച്ചാൽ ആ കർമ്മ വൈകല്യം വന്നു. അപ്പൊ അത് ഈശ്വര പ്രീതിക്ക് പാത്രമായി വരില്ല. അപ്പൊ ഈശ്വരനെ അത് സ്വീകരിക്കാൻ പറ്റില്ല. ആന്തരമായ പരമപ്രീതിയുള്ളവർക്കോ അത്രയും ഭക്തിപൂർവ്വം സന്തോഷത്തോടെ നിഷ്കളങ്കമായിട്ടാണ് ആ കുട്ടികൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൊടുക്കുമ്പോ ഭഗവാൻ അത് സ്വീകരിക്കും. പറഞ്ഞിട്ടുണ്ടല്ലോ, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രേതാത്മനം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗീതയിൽ ഇതും പറഞ്ഞിട്ടുണ്ട്, അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭികുതാനാം യോഗക്ഷേമം വഹാമ്യഹം. അതാണ് ഭഗവാൻ ചെയ്ത ഉപദേശം. ആ വനക്രീഡ, ഈ വനഭോജന സമയത്ത് പ്രത്യക്ഷമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും. ആ ഗോപകുമാരന്മാർക്ക് നിർവ്യാജമായിട്ടുള്ള സ്നേഹം ശ്രീകൃഷ്ണനിലുണ്ട്. അതുകൊണ്ട് ഭഗവാൻ അവർക്ക് വശനാണ്. അവരെന്ത് കൊടുത്താലും കഴിക്കും ഭഗവാൻ. അവര് കൊടുക്കുന്നതൊക്കെ സ്വീകരിക്കും. അവർക്കുണ്ടാവുന്ന ആപത്തുകളെല്ലാം അപ്പപ്പോ തീർക്കും. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ ഈ ബാലക്രീഡാരസം സ്വർഗവാസികളെ കൂടി ആശ്ചര്യപ്പെടുത്തി. അത്ഭുതം ബാലകം അംബുജേക്ഷണം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്ഭുത ബാലകനാണ്. അപ്പൊ ആ ഭഗവാൻ ചെയ്യണതിലൊക്കെ എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ? ഒന്നുമില്ല. ജനിക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്ഭുത ബാലകം. അങ്ങനെ നല്ല രസമായിട്ട് അവര് ഊണ് കഴിച്ചുകൊണ്ടിരിക്കണു. പശുക്കുട്ടികളതെങ്ങനെ അവര് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പുല്ല് തിന്ന് കുറെ ദൂരത്തേക്ക് പോയി. അപ്പൊ അത് അന്വേഷിക്കാനായിട്ട് കൃഷ്ണൻ തന്നെ പുറപ്പെടുന്നു. അതാണ് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത്. അത് നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.